നമസ്കാരം. അപ്പോൾ റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിതാ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. ഇന്നും എൻ്റെ കൂടെ നമ്മുടെ സുന്ദരനും സുന്ദരിയും നമ്മുടെ ബിബിനും അൻഷിത ഇവിടെയുണ്ട്. അവരുടെ കൂടുതൽ വിശേഷങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ബിബിൻ ആൻഡ് അൻഷിത. അപ്പൊ അൻഷി, ബിബിൻ, നമ്മുടെ വീണ്ടും വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ പോവാണ്. കുറേ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം നമുക്ക് അൻഷിയോട് ചോദിക്കാം അല്ലേ. അമ്മേനെ കുറിച്ച് പറയാം. അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ? അതെ, അത് ഉറപ്പായിട്ട്. അമ്മേനെ കുറിച്ചിട്ട് പറയൂ. ഉമ്മി സുഖമായിട്ടിരിക്കുന്നു. ഉമ്മിക്ക് എന്താ ഇപ്പം നല്ല വിശേഷം. ഉമ്മിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അൻഷി ഇങ്ങനെ ഒരു സ്റ്റാർ ആക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഉമ്മി തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ. കാരണം ഞാൻ 8th പഠിക്കും. അമ്മ സീരിയലിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അത് എനിക്ക് ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഒന്ന് TV-യിൽ ഇങ്ങനെ എന്താണെന്ന് അറിയണമെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു. അതിനുശേഷം ഉമ്മി തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മി തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഉമ്മിയാണ് സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത്. ബിബിൻ പറയൂ, ബിബിന്റെ മനസ്സിൽ ഈ അഭിനയ മോഹം പൊട്ടി വിടർന്നത് ഏത് പ്രായത്തിലാണ്? സത്യം പറഞ്ഞാൽ പൊട്ടി വിടർന്നത് നമ്മള് സ്കൂളിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അപ്പത്തെ ഒരു കോലം വെച്ച് എന്നാണ് നടക്കുമെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ അതുകൊണ്ട് ഞാൻ നമ്മൾ പുറത്തേക്ക് പോയി പഠിക്കാൻ പോയി. പിന്നെ എബ്രോഡ് പോയി, ന്യൂസിലൻഡിൽ പോയി ജോലി ചെയ്തു. അന്നേരം എൻ്റെ ഈ ഉള്ളിൽ ഈ മോഹം നമ്മളെപ്പോഴും ഓരോരുത്തരെ കാണുമ്പോൾ എന്തെങ്കിലും ആക്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക്. അവിടെ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ ഒരു മ്യൂസിക് ഡയറക്ഷൻ പഠിക്കാൻ വന്നു. പുള്ളി ഒരു മ്യൂസിക് വീഡിയോ എടുക്കാൻ നേരത്ത് എന്നോട് ചോദിച്ചു അഭിനയിക്കാമെന്ന്. അപ്പം ഞാൻ ഓക്കെ. അന്നേരം ഞാൻ കുറച്ച് മനുഷ്യക്കോലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ പുള്ളി അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ആയ്മ ചെയ്യുക. അന്നേരം എൻ്റെ ഉള്ളിലുള്ള ആ മോഹം നമുക്കങ്ങോട്ട് കാര്യമായിട്ട് വന്നു. പിന്നെ എനിക്ക് ഞാൻ അവിടെ ബാങ്കിലായിരുന്നു ജോലി കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആ ജോലിക്കൊന്നും പോകാൻ തോന്നേ ഇല്ലായിരുന്നു. ബാങ്ക് കാണുമ്പോഴേ വെറുത്തു പോയിരുന്നു. അതെ, ബിൻചേട്ടനെ ഭയങ്കര ഇഷ്ടം ഫിലിം ചെയ്യാൻ. എപ്പോഴും പറയും എനിക്ക് നല്ല സിനിമ ചെയ്യണം, എപ്പോഴും പറയണം. അപ്പൊ ഞാൻ പറയാം ബിൻചേട്ടൻ ടൈം ആയിട്ടില്ല. ടൈം ആവുമ്പോ കിട്ടും, ഉറപ്പായിട്ടും സമയമുണ്ടല്ലോ. വെറും 30 പ്ലസ് കൊറേ അങ്ങോട്ട് പോയി. നമ്മുടെ വലിയ വലിയ നടന്മാരൊക്കെ ഇപ്പൊ എന്താ ജയൻ സാർ ആണെങ്കിലും അതുപോലെ MGR ഒക്കെ 40ാമത്തെ, അദ്ദേഹമൊക്കെ 40ാമത്തെ വയസ്സിലാണ്. 43ാമത്തെ വയസ്സിൽ ജയൻ സാർ. അതെ, ജോജു ചേട്ടൻ. അതാണ്. നീ ഒരു 40 വയസ്സ് എങ്ങനെയെങ്കിലും ആക്ക്. എന്നിട്ട് നീ ഭയങ്കര വലിയ സ്റ്റാർ. എന്നിട്ട് ചേച്ചി പോയി കാണും, എന്നെ പോയി കണ്ടിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യും. അതെ, അപ്പോഴേക്കും ഞാനും ഒരു പ്രൊഡ്യൂസർ ആവും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? ഇരിക്കാൻ പാടില്ല. ഗെയിം വേണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അൻഷിതയ്ക്ക് എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ബിബിൻ എന്താ വേണ്ടത്? അതെല്ലാം ഇവിടെ റെഡിയാണ്. ഇപ്പൊ ഞാൻ പെർഫോം ചെയ്തില്ലേ, ഞങ്ങൾ പെർഫോം ചെയ്തില്ലേ? നിങ്ങൾ കട്ടപ്പനയിലെ ഋത്തിക് റോഷനി ലാസ്റ്റ് കല്യാണമൊക്കെ കഴിച്ച് പോയല്ലോ. കണ്ടുണ്ടായി പുസ്തകള് പോയല്ലോ. സോറി, മോൻ പാവം. മോൻ പാവല്ല, ഓൾറെഡി പ്രയാഗയ്ക്ക് മെസ്സേജ് ചെയ്ത് ചീറ്റ്. എന്നാലും പാവം ഇരിക്കട്ടെ. ചേച്ചിയാണ് വമ്പ തേപ്പ് കേട്ടോ. ആ തേപ്പ് കേട്ട് എവിടെ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്തോ. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ? കാരണം ഒരു വമ്പ ബോംബ് ആ ചേട്ടൻ ഇട്ടിട്ടാ പോയത്. ഞാനാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താ അത് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരണം. കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചല്ലേ ഞങ്ങളുടെ ആദ്യ രാത്രിയില്. ഈ സാധനം ഞാൻ തന്നെ കണ്ടിട്ട് ഇരുന്നഴിച്ചു. ദൈവം എത്തിയിരുന്നു. എന്താ എനിക്ക് അപ്പ തൊട്ടുണ്ട് എന്തായി കാണും, ഇത് എന്തായി കാണും ഒന്ന് കാണിച്ചോ. എന്തായി കാണും അല്ലേ? കാണും അറിയില്ല, ഞങ്ങൾ നോക്കാല്ലേ, എന്തെങ്കിലുമൊക്കെ ആക്കാം നമുക്ക്. അമ്മേ, ടയർഡായോ ബേബി? ദാ പാല് കുടിച്ചാലോ? എനിക്കൊന്നും വേണ്ട. ക്യാ ഹുവാ അമ്മേത്? ക്യൂ ऐसे कर रहे हो? क्या हुआ कोसा? നിനക്ക് വേണ്ടി നിന്നെ ഒറ്റയിരുത്തി ഇത്ര മലയാളം ഞാൻ പഠിച്ചിട്ട് നീ എന്നെ നൈസായിട്ടൊക്കെ തേച്ചല്ലേ? ഇപ്പൊ തേച്ചു എന്തുണ്ടായേ? അവന് പ്രാന്താണ്. അവൻ അങ്ങനെ പലതും പറയും. അവൻ എല്ലാ സ്ഥലത്തും കല്യാണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നവനാ. ഈ പാല് കുടിച്ച ഞാൻ പറയാം, കുടിക്ക്. പാല് കുടിക്കുമ്പോ ഒന്ന് തണക്കും, കുടിക്ക്. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. അവനായിട്ട് നിന്റെ ബന്ധം എന്തായിരുന്നു? ഈ നൺ ഓഫ് ദി ബിസിനസ് പറഞ്ഞ അത്യാവശ്യം എനിക്ക് മനസ്സിലായ സംഭവം എന്താന്ന്. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് അമിത്. അതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു പഠിപ്പിക്കണ്ട. കറുത്ത എനിക്ക് അവനെയാണ് ഏറ്റവും സംശയം. ഈ കറുത്ത ആരാ? അയ്യോ, അവനല്ലേ അവന്റെ കൂടെ ബാക്കിൽ നിന്ന് കറുത്തയല്ലായിരുന്നോ? അയ്യോ, ആ കറുത്ത എന്റെ കസിൻ കറുത്തയാണ്.
അവന് ഞാനോട് അത് നിന്റെ കസിൻ മറ്റേ കറുത്തിരുണ്ട ഒരുത്തൻ, അവന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, മറ്റേ ഒരു ഹിന്ദിക്കാരൻ കറുത്ത. കറുത്ത അവന് ഞാൻ മുന്നേ കുഞ്ഞിലെ പ്രേമിച്ചതാ, അതൊക്കെ വിട്ടു. അമിത് ഇപ്പൊ എന്താ പ്രശ്നം? എന്തെങ്കിലും ആവട്ടെ, അവൻ പറയുന്നൊന്നും നീ കേക്കരുത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ചുമ്മാ അതും ഇതും പറഞ്ഞു കേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പോവാം. എന്താ അഡ്ജസ്റ്റ്മെന്റ്? അതാ, എനിക്ക് ഇങ്ങനെ കുറച്ച് കർത്താക്കളൊക്കെ ഉണ്ട്. കർത്താക്കളോ എന്ന് വെച്ചാ? കർത്ത, നിന്നെ മറ്റേ കർത്തയില്ല, അതുപോലത്തെ കുറച്ച് കർത്തയൊക്കെ എനിക്കുണ്ട്. അതായത് നിനക്കും കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നോ? അങ്ങനെ കുറെ ഇല്ല, ഒരു അങ്ങനെ ഒരു കുറച്ച് 5 പേരുണ്ടോ? നമുക്ക് അതിൽ ഉറപ്പിക്കാം. അപ്പൊ അവരാരെങ്കിലും ഇനിയിപ്പോ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നൺ ഓഫ് ദി ബിസിനസ് നിന്റെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്നോടും ചോദിക്കില്ല. ഓക്കെ, അതെല്ലാം പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളിത് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു അടിപൊളി ലൈഫ് അങ്ങോട്ട് തുടങ്ങുന്നു. ഇനി ആരും ഒന്ന് നൺ ഓഫ് ബിസിനസ് പറഞ്ഞാലും നീ കേക്കില്ലല്ലോ. ഇനിയും വരുവാ? അങ്ങനെയല്ല, എനിക്ക് ഞാൻ എബ്രോഡ് പോയി പഠിച്ച സമയത്ത് അവിടെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവര് ചിലപ്പോ എങ്ങാനും വന്നാലോ. പക്ഷെ അവർ ആര് വന്നാലും ഇന്ന് മുതൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് നീയും നിനക്ക് ഞാനും. അമിത്, ഐ ലവ് യു. ഓക്കെ, ലവ് യു, ലവ് യു. ഓക്കെ, ശരി ശരി. മൈ സ്വീറ്റ് ബേബി. എന്താ ആദ്യ രാത്രി ഞങ്ങൾ ഇനിയാ തുടങ്ങുന്നത്. ഇത്രയും കണ്ടാ മതി. ഞങ്ങൾക്ക് അറിയേണ്ടത് അവിടെ എന്ത് സമയം. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കാണണ്ട. ഞങ്ങൾ ആ മൂഡിലോട്ട് വരുവായിരുന്നു. ഞങ്ങള് 2 ചക്കിക്കത്ത ചങ്കരന്മാർ തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഞങ്ങളുടെ എളിയ കലാവിരുന്ന് ഞങ്ങൾ അവസാനിപ്പിക്കാം. പറയാൻ പറ്റില്ല, ഇനി ഇത് വെച്ച് നാദർശിക്കുമല്ലോ. സെക്കൻഡ് പാർട്ട് ഇതിന് തുടക്കം കുറിച്ച് ഞാനാണ്. അതുകൊണ്ട് അനുഷിക്ക് ഞങ്ങൾ അന്നൊരു പ്രത്യേക പുരസ്കാരം തരുന്നതായിരിക്കും. ഇനി നമ്മുടെ ഈ വേദിയിലേക്ക് ഒരു കലാകാരി ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ പ്രേക്ഷകർ കണ്ടു. ഇനി നമുക്കൊരു പുതിയൊരാളെയും കൂടി. സാധാരണ ഇവിടെ വരുന്നത്, അതായത് നോർമലി ചിലപ്പം ഒരുപാട് നാളായിട്ട് സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടികൾ വരാറുണ്ട്. പിന്നെ പണ്ട് സ്കൂളിലൊക്കെ പെർഫോം ചെയ്തിട്ട് പിന്നെ അവർക്കൊരു വേദി കിട്ടാതെ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡും കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആണ് ഈ കലാകാരി. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു ഡാൻസർ ആണ്. അതായത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു മിടുക്കി ആയിട്ടുള്ള കുട്ടിയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വെൽക്കം ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ജസ്നിയ. ജസ്നിയ, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഒരു ഇൻഡോ വെസ്റ്റേൺ അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈലില്. അപ്പൊ എന്തോ ഒരു അടിപൊളി പെർഫോമൻസ് കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്നിയ അതായത് ഒരു സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ച് അങ്ങനെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് അല്ലെ? സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിരുന്നു, ലീഡ് റോൾ ചെയ്തത്. GS പ്രദീപ് സാർ ഡയറക്ട് ചെയ്ത പടം. അതായത് ഒരു കുട്ടികളുടെ ബേസ് ചെയ്തൊരു മൂവി ആണെങ്കിൽ പോലും ജസ്നിയ അതിൽ ലീഡ് ക്യാരക്ടർ ചെയ്തായിരുന്നു. സോ പറയൂ ജസ്നിയ, എങ്ങനെയുണ്ടായിരുന്നു ആ സിനിമാ വിശേഷങ്ങളും? ഇപ്പോഴും എങ്ങനെയൊക്കെയാണ് കരിയർ പോകുന്നത്? സ്വർണ്ണ മത്സ്യങ്ങൾ എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഒരു മൂവി എന്നുള്ളത് ഫീൽ ചെയ്യുക. ആൻഡ് ഞാൻ ചെറുപ്പം ഒരു ഹൈസ്കൂൾ ചേർന്ന് ദുബായിലായിരുന്നു. സോ ഇവിടുത്തെ ഒരു കൾച്ചറിൽ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയായിരുന്നു. പിന്നെ GSR ആയാലും പിന്നെ സ്വാസിക ചേച്ചീനെ അപ്പോഴാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അഴകപ്പൻ സാർ, GS സാർ, അങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒപ്പം ഈ ഒരു ഏജിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കായിരുന്നു. അമൃതയുടെ വേദി, അതിലാണ് ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് എപ്പോഴും സൂപ്പർ ഡാൻസറാണ്. അമൃത TVയിലെ സൂപ്പർ ഡാൻസർ വിന്നർ ആയതിനു ശേഷമാണ് എനിക്ക് വന്നിട്ടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസും. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈവൻ മൂവി ആയാലും ഒക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും എന്ന് എനിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നത് അമൃതയിൽ വന്നതിന് ശേഷം. ഓക്കെ, ഈ നാഷണൽ ലെവൽ ക്ലാസിക്കൽ ഡാൻസ് ആ ഒരു ഇതില് ഒത്തിരി പെർഫോമൻസ് ചെയ്തിട്ടുണ്ടല്ലേ? വിന്നർ ആയിരുന്നു, സിൽവർ മെഡൽ. അത് എന്താ പറയാ, അത് ഡാൻസ് എന്നുള്ള കാറ്റഗറിയാണ്. കേരളത്തിൽ നിന്ന് ഒരു ബോയ് ഒരു ഗേൾ അങ്ങനെ സെലക്ട് ചെയ്ത് ഗേൾ ഞാനായിരുന്നു. അപ്പോൾ അവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ സ്റ്റൈൽസാണ് പെർഫോം ചെയ്യുക. അപ്പൊ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പറയാൻ പറ്റില്ല. എൻ്റെ മുമ്പ് ചിലപ്പോൾ കളിച്ചത് കരകാട്ടമായിരിക്കും. അപ്പൊ ഒരു ബന്ധമില്ലാണ്ടാണ്.
അപ്പോൾ അതിൽ കേരളത്തിനായിരുന്നു ഞാൻ കേരളത്തിനെ represent റെപ്രസെന്റ് ചെയ്ത് ഏതായിരുന്നു കളിച്ചത്? ഞാൻ മോഹിനിയാട്ടം ഓ നൈസ് നൈസ്. ആൻഡ് സിൽവർ മെഡൽ. എന്താ ചെയ്യുന്ന, പഠിക്കുന്നത് എന്താണ്? ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുള്ളൂ, +2 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞാൻ BA ക്രിമിനോളജി ആൻഡ് പോലീസ് സയൻസ് എന്ന് പറഞ്ഞു. അധികം കേൾക്കാത്തല്ലേ? അതെ, അധികം കേൾക്കും. നമ്മളിപ്പോ ആൾക്കാർ ചോദിച്ചാലും എഞ്ചിനീയറിംഗ്, ഡോക്ടർ അങ്ങനെയൊക്കെയാണ്. ഇതെന്താ ഇങ്ങനെ ക്രിമിനോളജി ചൂസ് ചെയ്യാൻ കാരണം? മെയിൻ ആയിട്ട് ആ വിചാരമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പം ഞാൻ കോമേഴ്സ് ആയിരുന്നു +2. അപ്പോൾ സയൻസ് കഴിഞ്ഞവരൊക്കെ മെഡിസിൻ ആ ഫീൽഡ് പോവും. കോമേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഈ BCom, BBA, CA അങ്ങനത്തെ ഇതിൽ പോവും. അപ്പോൾ ആരും പോവാത്തൊരെണ്ണം വേണമായിരുന്നു. പിന്നെ മൂവീസും നോവൽസും ഒക്കെ കണ്ടിട്ട് ക്രൈംസ് ഇൻവെസ്റ്റിഗേഷൻസ് അത് കൊള്ളാം. അപ്പൊ ഫോറൻസിക് മൂവിയൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്റെ ഈ ക്രിമിനോളജി ഒക്കെ പഠിച്ചിട്ട് അപ്പൊ എന്താ അവനെ പോലീസ് ഓഫീസർ എന്താ? അതെയോ, CBI സ്പെഷ്യലി CBI ആവണം അല്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് സൂപ്പർ അല്ലേ? സാധാരണ ആൾക്കാർക്ക് കാണാത്ത ഒരു ആഗ്രഹം. അതും നമുക്ക് ഈ സിനിമയൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും ഇതുപോലെ അടിപൊളി, പക്ഷെ നമ്മൾ അത് പഠിക്കാൻ പോവില്ല. നമ്മൾ പഠിക്കാൻ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള എന്തെങ്കിലും കേട്ടങ്ങ് പോകും. അതെ, കൊള്ളാം. ഈ ഒരു എയിമും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഈ ആക്ടിങ്ങും ബാക്കിയുള്ള മോഡലിംഗും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അമ്മ കൂടെ വന്നിരിക്കുന്ന അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേരെന്താണ്? എൻ്റെ പേര് അമ്പിളി ജയതീഷാണ്. അമ്പിളി ചേച്ചി. അപ്പൊ ജസ്നയുടെ ഈ ഒരു കരിയറിനെ അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കുഞ്ഞിലെ മുതൽ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്? ഡാൻസ് ഭയങ്കര സപ്പോർട്ടാണ്. അവളുടെ അച്ഛൻ അതിലും സപ്പോർട്ടാണ്. ഏട്ടന് ഇതിൻ്റെ ഒപ്പം നടക്കാറില്ലെങ്കിലും അവൾ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എല്ലാവരും റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്.